നമസ്കാരം. ഒരു 40 വയസ്സ് കഴിഞ്ഞവരാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പലപ്പോഴും എല്ലിൻ്റെയൊക്കെ തന്നെ ആരോഗ്യം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഒരു ശക്തി ക്ഷയിച്ചതുപോലെയൊക്കെ തോന്നാറുണ്ടോ? നടക്കുമ്പോഴൊക്കെ കാലിൻ്റെ മുട്ടിന് അസഹ്യമായിട്ടുള്ള വേദന, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വേദന വരുന്നത്. അത് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങൾ, തേയ്മാനമൊക്കെ വരാറില്ലേ? അങ്ങനെയുള്ള സമയത്ത് നല്ല അസഹ്യമായിട്ടുള്ള വേദനയുണ്ടാവും. ഇനിയാണെങ്കിലോ നമുക്ക് നാഡീഞരമ്പുകൾക്കൊക്കെ തന്നെ ഒരു ബലക്ഷയം സംഭവിച്ചിട്ട് കുറച്ച് സമയം ഒരു ഭാഗത്ത് തന്നെ ഇരുന്ന് എണീറ്റാലൊക്കെ തന്നെ കാലിനൊക്കെ തന്നെ വളരെയധികം തരിപ്പും മരവിപ്പും, ശരിയായിട്ട് രക്തയോട്ടം നടക്കാണ്ട് വരിക, ഇങ്ങനെ മസിലൊക്കെ തന്നെ ക്ഷയിച്ച പോലെ തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റാൻ എല്ലിൻ്റെ ഒക്കെ തന്നെ ആ ഒരു കാൽസ്യം ഒക്കെ തന്നെ കൂടുതൽ നമുക്ക് കിട്ടാനായിട്ടും എല്ലിൻ്റെ ബലം കൂട്ടാനായിട്ടും ഇതുപോലെ നാഡീഞരമ്പുകളെയൊക്കെ ശക്തിപ്പെടുത്താനും ഒക്കെ തന്നെ സഹായിക്കുന്ന വളരെ നല്ല ഒരു മികച്ച കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും നമ്മൾ മരുന്നുകളെ മാത്രം ആശ്രയിക്കാതെ ഇതുപോലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ചില മരുന്ന് കൂട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇത് ദിവസത്തിൽ ഒരു സ്പൂൺ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ പാലൊക്കെ കുടിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ഉറവിടമാണ്, പാലിന് കൂടെ ചേർത്തിട്ട് കഴിച്ചാലോ വളരെ നല്ല റിസൾട്ട്, നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള വളരെ നല്ല ഒരു ഔഷധക്കൂട്ടാണ്. അപ്പോൾ ഇത് ഏതാണെന്ന് നോക്കിയാലോ. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ബേസായിട്ട് പറയുന്നത് കറുത്ത അരിയാണ് കേട്ടോ. ഇതിന് കൃഷ്ണശാലി എന്ന് പറയും ആയുർവേദത്തിൽ. ഇത് പലപ്പോഴും നമ്മൾ ഏതാണ് നല്ല അരി എന്ന് ചോദിക്കുമ്പോൾ മട്ടരി എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതല്ലേ. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് റൈസ് അല്ലെങ്കിൽ കൃഷ്ണശാലി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ആന്തോസയാനിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. ബ്ലാക്ക് റൈസ് തടി കുറയ്ക്കാൻ നല്ലതാണ്. കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് പെട്ടെന്ന് നിറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇത് അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കുന്നതുകൊണ്ടും ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ഏറെ നല്ലതാണ്. ബ്ലാക്ക് റൈസിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആൻറ്റി ഓക്സിഡൻസ് വളരെ അനിവാര്യമായിട്ടുള്ളത് ഒന്നാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തലച്ചോറിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിനും ഞരമ്പുകളുടെ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ്. ശരീരത്തിലെ ഓരോ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇതിലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ സാന്നിധ്യം വളരെ നല്ലതാണ്. ഇനി ബ്ലാക്ക് റൈസിൽ തന്നെ ലൂട്ടൈൻ അതുപോലെ സിയാസാന്തിൻ എന്നിങ്ങനെ 2 തരത്തിലുള്ള കരോറ്റിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇവ ആൻറ്റി ഓക്സിഡൻസ് പോലെ പ്രവർത്തിക്കുകയും കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അണുബാധയിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നുണ്ട്. ബ്ലൂ ലൈറ്റ് വേവ്സിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പലർക്കും അലർജി ഉള്ളതാണ് ഗ്ലൂട്ടൻ. അതുകൊണ്ട് ഇത് കഴിച്ചാൽ ചൊറിച്ചിൽ, ചിലർക്ക് വയറ് വീർക്കുന്ന ചില അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇത്തരം ആളുകൾക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഈ റൈസ് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ പ്രമേഹം കുറയ്ക്കാൻ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക്, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണിത്. നമുക്ക് എനർജി, സ്റ്റാമിനയും സ്ട്രെങ്ത്തും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അതുപോലെ ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, വയറ് സംബന്ധമായിട്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, മോഷൻ പോകാത്ത അവസ്ഥ, അതൊന്നും വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. കൃഷ്ണശാലി ബലവർണ്ണകര എന്നുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് റൈസ് എന്നുള്ളത്. നല്ല ശരീര ബലം കിട്ടാനും അതുപോലെ തന്നെ നല്ല വർണ്ണീയമായിട്ടുള്ള നമുക്ക് സ്കിന്നിനൊക്കെ നല്ലൊരു യുവത്വം നൽകാനും ഒരു നറിഷ്മെൻറ്റ് നൽകാനും സ്കിന്നിനൊക്കെ സഹായിക്കുന്നതോടെയാണ്. അതുപോലെ രണ്ടാമത്തേത് എള്ളാണ്. കറുത്ത എള്ള ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. തിലാബലകര സ്നിഗ്ധാവാദഗ്ന എന്നുള്ളതാണ് പറയുന്നത്. അത് നല്ല ശരീര ബലം ഉണ്ടാക്കാനും അതുപോലെ വാദഹരമായിട്ടുള്ള വാദദോഷമുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വളരെ നല്ലൊരു ഔഷധമാണ്. അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എള്ള് ഉൾപ്പെടുത്തണം എന്നുള്ളതേ പറയാനുള്ളൂ. അതിൽ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും ഒക്കെ തന്നെ മാറ്റാൻ ഇത് ഏറ്റവും നല്ലൊരു കൂട്ട് തന്നെയാണ് ഈ എള്ള് ഉപയോഗിക്കുന്നത്. ശരീരബലം, സ്നിഗ്ധത ഇതൊക്കെ ഉണ്ടാക്കാനും അതുപോലെ സന്ധിവേദനയോ മരവിപ്പൊക്കെ മാറ്റാനും അസ്ഥി മജ്ജധാതു ഒക്കെ പോഷിപ്പിച്ച് നാഡികൾക്ക് നല്ല ശക്തി നൽകാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. കാരണം അതിൽ കാൽസ്യം, മഗ്നീഷ്യം, ഹെൽത്തി ഫാറ്റ്, സിങ്ക്, അയൺ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലിനെ ശക്തിപ്പെടുത്താൻ, മസിലിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ, രക്തചംക്രമണത്തിന് ഒക്കെ തന്നെ ഏറെ ഗുണകരമാണ്. പിന്നെ ഈ ഒരു കാര്യം എപ്പോഴും എള്ള് നമ്മൾ പാലിന് കൂടെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്.
ഇനി അതുപോലെ മൂന്നാമത്തേത് ചേർത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ്സ് ആണ്. അദസി മധുര തിക്ത സ്നിഗ്ധ ഉഷ്ണവാദ നാശിനി എന്നുള്ളതാണ് ഈ ചെറുചണ വിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ മഗ്നീഷ്യം, കാൽസ്യം, ഫൈബർ, ലിഗ്നൻസ്, പ്രോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ബോണിന്റെ ഹെൽത്തിന് ഏറെ നല്ലതാണ്. വാതദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ജോയിന്റിന്റെ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്. ഹോർമോണിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഒരു 40 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഈസ്ട്രോജൻ ചേഞ്ച് ഒക്കെ കൂടുതൽ ഉണ്ടാവുമല്ലോ, ആ സമയത്തോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ സ്റ്റിഫ്നെസ്സോ ബോണിന് വളരെയധികം, അതായത് എല്ലുകൾക്കൊക്കെ ക്ഷയം സംഭവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഓപ്ഷനാണിത്. അടുത്തത് ബദാമാണ്. ഒരു 10-15 ബദാം നമുക്ക് എടുക്കാം. അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം അതിൽ കേടുവരാതിരിക്കാനും നമ്മൾ കുറച്ച് നാൾ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കേടുവരാതിരിക്കാൻ ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ആൽമണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിനിന് നല്ലൊരു നറിഷ്മെന്റ് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നല്ലൊരു ബോഡിക്ക് നല്ല സ്ട്രോങ് ആക്കാനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഏജ് ആവുന്നത് കുറയ്ക്കുന്നതിനും ഒക്കെ തന്നെ, അതായത് പെട്ടെന്ന് ഏജ് എത്തുന്ന ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ കുറയ്ക്കാൻ ബദാം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞരമ്പുകളുടെ ഒക്കെ തന്നെ ബലം, നാഡീ ഞരമ്പുകളൊക്കെ ശക്തിപ്പെടുത്താനും ഒക്കെ ഇതിൽ വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, ഹെൽത്തി ഫാറ്റ്, പ്രോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം മെമ്മറിയും ഒക്കെ തന്നെ ബൂസ്റ്റ് ചെയ്യാനായാലും നമ്മൾ എല്ലിന്റെ ആരോഗ്യത്തിനും മസിലിന്റെ റിക്കവറിക്കും അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അതിൽ കാഷ്യൂ നട്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, ഹെൽത്തി ഫാറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് മസിലിനും നെർവ് ഫംഗ്ഷനും ഒക്കെ നല്ലതാണ്. നല്ലൊരു എനർജിക്കും ബോണിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായാലും ക്ഷീണമൊക്കെ അകറ്റാനും അല്ലെങ്കിൽ ഒക്കെ നല്ലതാണ്. ഇനി അതുപോലെ വാൽനട്ട്, ഇത് മനുഷ്യന്റെ ബ്രെയിനിന്റെ ആകൃതിയിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെയിൻ നറിഷ്മെന്റിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് പുറമെ ഇതിൽ ഒമേഗ 3 ഫാറ്റ്സും ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏജിങ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്, അല്ലെ ഇൻഫ്ലമേഷനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അടുത്തത് കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ടാണ്. ഇതിൽ പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും നിയാസിനും ഒക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിനും മസിൽസിന്റെ നറിഷ്മെന്റിനും അല്ലെങ്കിൽ നല്ലൊരു എനർജി പ്രദാനം ചെയ്യാനും നാഡിഞരമ്പുകൾ ശക്തിപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കാൽസ്യത്തിന്റെ ഒക്കെ തന്നെ ഇതിന്റെ എല്ലാം കൂടെ മിക്സ് നമുക്ക് കാൽസ്യം സപ്ലിമെന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു 40കൾക്ക് ശേഷം നമ്മൾ പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തൻ വിത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതിൽ മഗ്നീഷ്യം, സിങ്ക്, അയൺ ഒക്കെ ഉള്ളതുകൊണ്ട് നെർവ് നല്ല റിലാക്സേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു നെർവിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടാൻ, നല്ല എല്ലിന്റെ ബലത്തിനായാലും മസിലിന്റെ ഫംഗ്ഷൻ ആയാലും ഹോർമോണിനെ നോർമൽ ആക്കാനായാലും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സൺഫ്ലവർ സീഡ് അല്ലെങ്കിൽ സൂര്യകാന്തി വിത്ത് എന്നുള്ളത്. വൈറ്റമിൻ ഇ, സെലീനിയം, ഹെൽത്തി ഫാറ്റ് ഒക്കെ ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താനും ഏജിങ് അല്ലെങ്കിൽ പ്രായം എത്തുന്നതിന് മുൻപേ ചുളിവുകളും ഇതൊക്കെ വരുന്നത് തടയാനൊക്കെ നല്ലതാണ്. ഇനി അതുപോലെ പിസ്ത ഉപയോഗിച്ചാൽ അതിൽ പ്രോട്ടീനും ഫൈബറും പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മസിലിന്റെ സപ്പോർട്ടിനും എല്ലാം മൊത്തത്തിൽ നമുക്കൊരു എനർജി പ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ ഡ്രൈ ഫിഗ് അല്ലെങ്കിൽ ഉണക്ക അത്തിപ്പഴം ഉണ്ടല്ലോ, അതിൽ കാൽസ്യം, അയണും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വയറിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും ക്ഷീണം കുറയ്ക്കാനും അതുപോലെ എല്ലിൻ്റെ ഒക്കെ തന്നെ ആരോഗ്യത്തിനായാലും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഉണക്കമുന്തിരിയാണ്. ഇത് നല്ലൊരു നറിഷ്മെന്റ് ബോഡിക്ക് കൊടുക്കാനും ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് തരുന്നത്. ഇതിൽ അയണും നാച്ചുറൽ ഷുഗറും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്, നമ്മുടെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി ആയുർവേദത്തിൽ തന്നെ നമ്മൾ ശർക്കര അല്ലെങ്കിൽ ജാഗരി, കരിപ്പെട്ടി, ഇത് ഏത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് മധുരത്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് ഓപ്ഷണലാണ്. മധുരം ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം. ഇത് പക്ഷെ നമുക്കൊരു എനർജി പ്രദാനം ചെയ്യുന്നതും നമ്മുടെ ദഹനം ശരിയാക്കാനും നമുക്കൊരു ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ ഒരു പോസ്റ്റ് മീൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തരുന്ന ഒന്നാണ് ശർക്കര എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഉപയോഗിക്കാം, വളരെ കുറഞ്ഞൊരു എമൗണ്ടിലേ എടുക്കുന്നുള്ളൂ. ഏറ്റവും നല്ലത് ഇത് നല്ല പൊടിയായിട്ട് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഇത് ഡെയിലി 1-2 സ്പൂണ്
പാലിന് കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. അതല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ശർക്കരയോ പനങ്കൽക്കണ്ടോ ഒക്കെ ചേർത്തിട്ട് തിളപ്പിക്കുകയോ ചെയ്യാം. അങ്ങനെ തിളപ്പിച്ച് ഒരു കുറുക്ക് പോലെയൊക്കെ കുടിക്കാം, സ്മൂത്തി ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. ഈ രീതിയിൽ, അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിലും ഒരു സ്പൂൺ പൊടിയായിട്ട് തന്നെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് എടുക്കാം, പഴത്തിന് കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗ രീതി എന്ന് പറയുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഇത് ചിലവേറിയതാണ്, ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർക്കായിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ചെറുപയറും അതുപോലെ തന്നെ റാഗിയുടെ മിക്സും കൂടെ ചേർത്തിട്ട് ഞാനൊരു ലഡു രൂപത്തിൽ തയ്യാറാക്കുന്ന ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമാണ്, എന്നാൽ വളരെയധികം നല്ലൊരു ഓപ്ഷനാണത്. ഇതിന് പകരമായിട്ട് ഇതേ രീതിയിൽ തന്നെ ഉള്ള ഗുണങ്ങൾ തരുന്ന ഒരു മിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കണ്ടു നോക്കാം. അത് ഉണ്ടാക്കി ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം കാണാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് വരുന്ന മാറ്റം ആയാലും, അല്ലെങ്കിൽ ഇത്തരം തരിപ്പും മരവിപ്പും വേദനയൊക്കെ തന്നെ കുറയുന്നതായിട്ടും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞല്ലോ, ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാനും കൂടെ ശ്രമിക്കുക. പാലൊക്കെ അലർജി ഉള്ളവർ മാത്രം മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് കാണാം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നന്ദി.